ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചിക്കൻ്റെ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണേ. KFC ആദ്യമായിട്ട് ഉണ്ടാക്കുവാണേ. നമുക്കെല്ലാവർക്കും പൊതുവെ കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടമാണ് നമ്മുടെ KFC ചിക്കന്. പക്ഷെ അത് വാങ്ങിക്കാൻ പോവാണല്ലോ ഭയങ്കര വിലയുമാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. അതുകൊണ്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ ആദ്യം ഇച്ചിരി മോര് ഇതിലോട്ട് ഒഴിക്കുവാണേ. പിന്നെ നമുക്ക് അതാ 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ഒരു മുട്ട, പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 1/4 സ്പൂണൊക്കെ ഒറിഗാനോ. ഇത് നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഒറിഗാനോ ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇത് പക്ഷേ ഈ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത് മാത്രം എളുപ്പമല്ല, കുറച്ച് സമയം വെക്കണം. ഞാനിത് ഇന്നിപ്പോൾ രാത്രിയാണേ, ഓവർനൈറ്റ് മൊത്തം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് ഫ്രൈ ചെയ്യാം. അല്ലെങ്കിൽ പകലാണെങ്കിൽ എന്തായാലും ഒരു 3-4 മണിക്കൂറെങ്കിലും ഇതിലിങ്ങനെ മുങ്ങിക്കിടക്കണം, നല്ല സോക്കാവുള്ളൂ. അപ്പം ഞാനിത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വരാം. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇതിപ്പം ഞാനിപ്പോൾ നൈറ്റ് വെക്കുക, ഞാനിപ്പോൾ നാളെ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് സമയം എത്രയും സമയം സോക്ക് ചെയ്യുന്നോ അത്രയും നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ സോക്ക് ചെയ്ത് കുറെ നേരമായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാനത് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ഒരു പ്ലേറ്റിലാക്കി എടുക്കാവേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 സ്പൂൺ മൈദ ചേർക്കണം. 1 സ്പൂൺ കോൺഫ്ലോർ ചേർക്കണം. എന്നിട്ട് നമുക്കിതൊന്നുകൂടെ നന്നായിട്ടൊന്ന് നമ്മൾ 2 സ്പൂൺ മൈദയും 1 സ്പൂൺ കോൺഫ്ലോറും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാവേ. ഞാൻ ഇതിനും കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഇട്ടത്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ഇതിനകത്ത് ഉപ്പ് കാണുന്നതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു ഇച്ചിരി വെളുത്തുള്ളി പൗഡർ, കുറച്ച് ഗരം മസാല പൗഡർ, ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് സോഡാ പൗഡർ കൂടെ ഇടാം. സോഡാപ്പൊടി. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു കൂട്ടും കൂടി വേണം. അതിന് നമുക്ക് ഒരു 3 സ്പൂൺ മൈദ വേണം. 2 സ്പൂൺ കോൺഫ്ലോർ വേണം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഉപ്പുപൊടി, പിന്നെ കുറച്ച് സോഡാപ്പൊടി, കുറച്ച് വെളുത്തുള്ളി പൗഡർ, കുറച്ച് ഒറിഗാനോ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക്
ഇത് നമുക്ക് ഓരോന്നായിട്ടെടുത്ത് ഇതിലേക്ക് നമുക്ക് ഒത്തിരി അമക്കാണ്ടിങ്ങനെ എന്നാൽ കുറച്ച് പ്രസ്സും ചെയ്ത് ഇത് ഇതുപോലെ ആക്കി എടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേശ്ശെ ഇട്ട് വറക്കാം. കരി നല്ലപോലെ മുങ്ങിക്കിടക്കണമല്ലോ. അപ്പം നമുക്ക് ഇത് നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതുപോലെ കുറേശ്ശെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെയും ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. കാര്യം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടും വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.